ഹലോ മക്കളെ, എല്ലാവർക്കും സുഖല്ലേ? നമ്മൾ സൗണ്ട് വേവ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വേവ് മോഷൻ എന്ന് പറയുന്ന സൗണ്ട് വേവ്സിലുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ്. വേവ് മോഷൻ അല്ലെങ്കിൽ നമുക്ക് പറയാവുന്നതാണ് തരംഗ ചലനം എന്ന്. ഓക്കെ, നമ്മൾ തരംഗം എന്താണെന്ന് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. സോ നമ്മൾ ഇവിടെ ഒരു എക്സ്പെരിമെന്റിലാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ടോയ് ആണ് എന്ത് സ്ലിങ്കി എന്ന് പറയാം, അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും വാക്കിംഗ് സ്റ്റേഴ്സ് എന്ന് പറയാം. ഈ സ്ലിങ്കി കളിച്ചിട്ടുള്ള കുറെ സ്റ്റുഡൻസിനോ അവർ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. നിങ്ങൾ ഈ സ്ലിങ്കി നോക്കിയാൽ മനസ്സിലാവും, ചില പ്രത്യേക സമയങ്ങളിൽ ഈ ഒരു എൻഡിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ വളയങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, കൂടിക്കിടക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ഈ വളയങ്ങൾ ഇങ്ങനെ കൂടിക്കിടക്കുന്നത് കാണാൻ പറ്റും. സോ ഇങ്ങനെ കൂടിക്കിടക്കുന്ന ഈ വളയങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു സ്ലിങ്കിയിൽ എലോങ് ദ വേ ട്രാവൽ ചെയ്യുന്നുണ്ട്. അത് മക്കൾക്ക് കറക്റ്റ് ഇവിടെ കാണാൻ പറ്റും. സോ അങ്ങനെ സ്ലിങ്കിയിൽ ഈ ഡിസ്റ്റർബൻസുകൾ എന്ന് പറയുന്ന ഈ ഒരു കൂടിക്കിടക്കുന്ന ആളുകൾ ഇങ്ങനെ മൂവ് ചെയ്തു പോവുകയാണ്. ഓക്കെ, ഈ സ്ലിങ്കിയിലുള്ള മറ്റ് എലമെന്റ്സ് അല്ലെങ്കിൽ ഓരോ വളയങ്ങളും എന്ത് ചെയ്യുന്നില്ല, മൊത്തത്തിൽ മൂവ് ചെയ്തു പോകുന്നില്ല. ഈ ഡിസ്റ്റർബൻസുകൾ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ മൂവ് ചെയ്തു പോകുന്നത്. ഓക്കെ, നമുക്ക് ഈ എനർജി നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ശബ്ദം ഒരു എനർജിയാന്ന് പറഞ്ഞിട്ടുണ്ട് ഇല്ലേ? അതുപോലുള്ള ഈ എനർജി ഫോമുകൾ എന്ത് ചെയ്യും, ഈ ഒരു രൂപത്തിൽ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ചില മീഡിയങ്ങളിലൂടെ ട്രാവൽ ചെയ്തു പോകുന്നത്. ആ ഒരു ട്രാവലിന് അല്ലെങ്കിൽ ആ ഒരു മോഷനാണ് നമ്മൾ എന്ത് പറയുന്നത്, വേവ് മോഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഞാന് പറയാണ്, ഞാനൊരു എനർജി ഫോം എന്ത് ചെയ്യാണ്, ഈ ഒരു എൻഡ് കൊടുക്കാണ്. ആ ഒരു സമയത്ത് എന്ത് ചെയ്തു, ഒരു ഡിസ്റ്റർബൻസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. അങ്ങനെ ഒരു ഡിസ്റ്റർബൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡിസ്റ്റർബൻസ് എന്ത് ചെയ്യും, ആ ഒരു മീഡിയത്തിലൂടെ മൂവ് ചെയ്യും. ഓക്കെ, അതാണ് നമുക്ക് ഈ സ്ലിങ്കി എന്നുള്ള എക്സ്പെരിമെന്റിലൂടെ കാണാൻ പറ്റുക. ആ മീഡിയത്തിലൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഡിസ്റ്റർബൻസുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, മൂവ് ചെയ്ത് പോകുന്നുണ്ട്. ഈ ഒരു ടൈപ്പ് ഓഫ് മോഷൻ അല്ലെങ്കിൽ എനർജി ഇങ്ങനെ പ്രസരിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യുക, ഇതിനാണ് നമ്മൾ എന്ത് പറയാ, വേവ് മോഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സിമ്പിൾ ആയിട്ട് മനസ്സിലായിട്ടില്ലേ? സോ ഇതുപോലുള്ള മോഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഡെഫിനിഷൻ കൊടുക്കണ്ടേ, നമുക്കൊരു പ്രോപ്പർ ഡെഫിനിഷൻ കൊടുക്കാം. ദ കണ്ടിന്യൂസ് പ്രൊപ്പഗേഷൻ ഓഫ് എനർജി ഫ്രം വൺ പാർട്ട് ടു ദി അതർ പാർട്ട് ത്രൂ ഓസിലേഷൻ ഈസ് കാൾഡ് വേവ് മോഷൻ. നമ്മൾ ഓസിലേഷൻ എന്തിനാണ് നേരത്തെ പഠിച്ചത് മനസ്സിലായാലും മക്കളെ. അപ്പോൾ ഈ ഒരു ഓസിലേറ്ററി മോഷൻസ് കണ്ടിന്യൂസ് ആയിട്ട് നടന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു എനർജി ഫോമുകൾ, ശബ്ദം പോലത്തെ എനർജി ഫോമുകൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ മീഡിയത്തിലൂടെ ട്രാവൽ ചെയ്യുന്നു. മീഡിയത്തിന്റെ ഒരു ഭാഗത്ത് കിട്ടുന്ന എനർജി എന്ത് ചെയ്യും, മീഡിയത്തിന്റെ മറ്റൊരു ഭാഗത്ത് എന്ത് ചെയ്യും, നമുക്ക് കിട്ടും. എങ്ങനെയാണ് കിട്ടുന്നത്, കണ്ടിന്യൂസ് ആയിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നുണ്ട്. എങ്ങനെ, നമ്മുടെ ഓസിലേറ്ററി മോഷനിലൂടെ. സോ ഇതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വേവ് മോഷൻ എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് നോക്കാവുന്നതാണ്. ദോലങ്ങളുടെ ഒരു ഭാഗത്ത് നിന്ന് മറ്റു ഭാഗങ്ങളിലേക്ക് ഊർജം തുടർച്ചയായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പ്രസരിക്കുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ, തരംഗ ചലനം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? സോ ഇത് നമ്മൾ കുറച്ച് എക്സാമ്പിൾ നോക്കണ്ടേ. സോ നമുക്ക് നോക്കാൻ പറ്റുന്ന എക്സാമ്പിൾസ് ഏതൊക്കെയാണ്, ലൈറ്റ് വേവ്സ്. സോ സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾസ് ആണ് ഒന്ന് ലൈറ്റ് വേവ്സ്. നമ്മൾ എല്ലാവരും ഡെയിലി നമ്മൾ എന്ത് ചെയ്യാണ്, ലൈറ്റ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ കാണുന്നത്. റെഡി അല്ലേ? സോ ഈ ഒരു ലൈറ്റ് അല്ലെങ്കിൽ നമ്മുടെ പ്രകാശം ഇതെന്താണ്, ഒരു വേവ് ആണ്. സോ ഈ ഒരു പ്രകാശം സഞ്ചരിക്കുന്നത് എങ്ങനെയായിരിക്കും, വേവ് മോഷനിലായിരിക്കും. ഓക്കെ, പിന്നെ നമുക്കുള്ളതാണ് എന്ത്, സൗണ്ട് വേവ്സ് എന്ന് പറയുന്നത്. സൗണ്ട് വേവ്സ് എന്താണ്, ഇതിന് എക്സാമ്പിൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. സൗണ്ട് എന്ന് പറയുന്നത് ഒരു വേവ് ഫോമിലാണ് സഞ്ചരിക്കുന്നതൊക്കെ നമ്മൾ പറഞ്ഞു. ഓക്കെ, പിന്നുള്ളതാണ് നമ്മൾ റേഡിയോസ്. നമ്മൾ പണ്ട് കാലങ്ങളിൽ കേട്ടിട്ടുള്ളതാണ് റേഡിയോ. ഓക്കെ, റേഡിയോയും അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മളെ മൊബൈൽ ഫോണുകൾ, ഇതിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു വേവ് ഉണ്ട്. എന്താണ്, നമ്മൾ ടവറും നമ്മുടെ മൊബൈൽ ഫോൺ അല്ലെങ്കിൽ നമ്മൾ റേഡിയോസ്, അതുപോലെ തന്നെ മറ്റ് ഉപകരണങ്ങൾ, ടി വി പോലത്തെ ഉപകരണങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, റേഡിയോ വേവ്സ് യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവരുടെ ഉള്ള കാര്യങ്ങൾ, ഇൻഫർമേഷൻസ് എന്ത് ചെയ്യുന്നത്, കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. ആ ഒരു രീതി അവിടെയും യൂസ് ചെയ്യുന്നത് എന്താണ്, നമ്മുടെ വേവുകളാണ്. ആ ഒരു എനർജി ഫോം പോകുന്നത് അല്ലെങ്കിൽ സഞ്ചരിക്കുന്നത് വേവ് മോഷനിലാണ്. സോ പിന്നുള്ളതാണ് എന്ത്, സീസ്മിക് വേവ്സ്. സീസ്മിക് വേവ്സ് മക്കള് വലുതായിട്ട് കേട്ടിട്ടുണ്ടാവില്ല. പക്ഷേ എന്താ സംഭവിച്ചത്, നമ്മൾ ഭൂചലനങ്ങൾ അല്ലെങ്കിൽ ഭൂകമ്പം അല്ലെങ്കിൽ വലിയ സുനാമി ഇങ്ങനെയുള്ള വലിയ കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് നമ്മുടെ ഭൂമിയുടെ പോയിന്റുകൾ, ഭൂമിയുടെ പല പോയിന്റുകളിൽ നിന്നിട്ട് എന്ത് ചെയ്യും, വേവുകൾ എന്ത് ചെയ്യും, ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യും. ഓക്കെ, അതൊരു എക്സാമ്പിൾ കാണിച്ചാണ് ഇവിടെ. ആ അത്തരത്തിലുണ്ടാകുന്ന വേവ്സ് ഇല്ല, അത്തരത്തിലുണ്ടാകുന്ന എനർജി മോഷൻസിനെ, ആ ഒരു എനർജി മോഷൻ കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഒരു സ്ഥലത്ത് ഉണ്ടാകുന്ന ഭൂചലനങ്ങൾ എന്ത് ചെയ്യുന്നത് എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്ത് നമുക്ക്
ഫീൽ ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ വലിയ ഡിസ്ട്രക്ഷൻസ് നടക്കുന്നത്. സോ അപ്പം ഉണ്ടാകുന്നുണ്ട എന്താണ് വേവ്സ് ആണത്, അല്ലെങ്കിൽ എനർജി മോഷൻ ആണ് നമ്മൾ എന്ത് സീസ്മിക് വേവ്സ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് കോമൺ ആയിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത്, നമ്മൾ എല്ലാവരും ചെയ്തിട്ടുള്ള ഒരു എക്സാമ്പിൾസ് ആണിത്, റിപ്പിൾസ്. എവിടെയാണ് റിപ്പിൾസ് ഉള്ളത്? വാട്ടർ സർഫസിലെ. നമ്മൾ വാട്ടറിന്റെ സർഫസിൽ നല്ല ശാന്തമായിട്ട് കിടക്കുന്ന ഒരു ലേക്ക് ഉണ്ട്, നമ്മൾ അവിടെ പോയി ഒരു കല്ലിടുന്ന സമയത്ത് എന്ത് ചെയ്യും? റിപ്പിൾസ് ഇങ്ങനെ എന്ത് ചെയ്യും? എല്ലാം അതിന്റെ വാട്ടറിന്റെ സൈഡിൽ പ്രതലത്തിൽ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഇതും നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു വേവ് മോഷൻ എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. കാര്യം എന്താണ്? അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു എനർജി നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഡിസ്റ്റർബൻസ്, സെൻട്രൽ ഉണ്ടാക്കുന്ന ആ ഒരു ഡിസ്റ്റർബൻസ് എന്ത് ചെയ്യുന്നുണ്ട്? സൈഡിലേക്ക് ഇങ്ങനെ ട്രാൻസ്മിറ്റ് അല്ലെങ്കിൽ പ്രസരണം നടക്കുന്നുണ്ട്. ഓക്കെ, സിമ്പിൾ അല്ലേ? ഈ ഒരു എക്സാമ്പിൾസ് പഠിച്ചിട്ടുണ്ടല്ലേ? ഈ എക്സാമ്പിൾസ് വെച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാണ്ട്. സോ അതിന് മുന്നായിട്ട് നമ്മൾ എന്താണ് ആക്ച്വലി സൗണ്ട്? ഓക്കെ, നമ്മളിപ്പം വേവ്സിനെ കുറിച്ച് പറഞ്ഞു, സൗണ്ട് വേവ്സിനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ എന്താണ് ആക്ച്വലി സൗണ്ട്? നമുക്ക് സൗണ്ടിന് ഒരു ഡെഫിനിഷൻ കൊടുക്കണ്ടേ? സോ സൗണ്ട് ഞാനൊരു ഡെഫിനിഷൻ, സൗണ്ട് ഈസ് എ വൈബ്രേഷൻ ഓഫ് എൻ ഒബ്ജക്റ്റ്. സൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? വൈബ്രേഷൻ ഓഫ് എൻ ഒബ്ജക്റ്റ്. അതായത് ഒരു വസ്തു എന്ത് ചെയ്യാണ്? ഒരു വസ്തു കമ്പനം ചെയ്യുകയാണ്. ഒരു വസ്തു കമ്പനം ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? അവിടെ സൗണ്ട് ഫോം ചെയ്യും. ഞാൻ ഇവിടെ സംസാരിക്കുന്ന സമയത്ത് എന്റെ വോക്കൽ കോഡ് എന്ത് ചെയ്യുന്നുണ്ട്? കമ്പനം ചെയ്യുന്നുണ്ട്, അല്ലെ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ആ സമയത്താണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ സിമ്പിൾ ആയിട്ട് നമുക്ക് സൗണ്ടിനെ അങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. സോ പിന്നുള്ള മെയിൻ പോയിന്റ് ആണ് മക്കൾ വളരെ ശ്രദ്ധിച്ച് നോക്കേണ്ട പോയിന്റ് ആണ്, സൗണ്ട് ക്യാൻ പ്രൊപ്പഗേറ്റ് ത്രൂ മീഡിയം ലൈക്ക് എയർ, ലിക്വിഡ്സ് ആൻഡ് സോളിഡ്സ്. സൗണ്ടിന് എന്ത് ചെയ്യാൻ പറ്റും? പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ സൗണ്ടിന് എന്ത് ചെയ്യാൻ പറ്റും? പ്രസരിക്കാൻ പറ്റും. ഏതൊക്കെ മീഡിയത്തിലൂടെ? സൗണ്ട് എന്ത് ചെയ്യും? ശബ്ദം പ്രസരിക്കപ്പെടും. മീഡിയത്തിലൂടെ. മീഡിയം എന്ന് പറഞ്ഞാൽ മാധ്യമങ്ങൾ. ഏതൊക്കെയാണ് മാധ്യമങ്ങള്? എയർ, നമ്മൾ പറയുന്ന എയർ, അതുപോലെ തന്നെ ലിക്വിഡ്സ്, സോളിഡ്സ്, ഇതുപോലെയുള്ള മീഡിയങ്ങളിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? ശബ്ദം പ്രസരിപ്പിക്കപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ശബ്ദം പ്രസരിക്കണമെങ്കിൽ എന്ത് വേണം? അവിടെ കൃത്യമായിട്ട് അവിടെ ഒരു മീഡിയം വേണം. സൗണ്ട് കനോട്ട് പ്രൊപ്പഗേറ്റ് ത്രൂ വാക്യൂം ബിക്കോസ് there is no medium. കിട്ടിയോ മക്കളെ? കിട്ടിയോ? സൗണ്ട് പ്രൊപ്പഗേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? അവിടെ മീഡിയം വേണം. മീഡിയം ഇല്ലെങ്കിൽ എന്ത് ചെയ്യില്ല? സൗണ്ട് പ്രൊപ്പഗേറ്റ് ചെയ്യില്ല. ഓക്കെ അല്ലേ? അപ്പൊ നമ്മള് ബഹിരാകാശത്ത് പോകുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. കാരണം എന്ത് ചെയ്യില്ല? സംസാരം അവിടെ പോവാനും മീഡിയം ഇല്ല. ഓക്കെ, സോ നമ്മൾ ഈ സൗണ്ടിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് ഇവിടെ ലാസ്റ്റ് ഈ പോയിന്റ് കൃത്യമായിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് ആണ്. സോ ഈ ഒരു പോയിന്റിന് വെച്ച് ഞാൻ ചോദിക്കുകയാണ്, ഇനി സൗണ്ട് ഇല്ലാണ്ട് പോകുന്ന വേവ്സ് ഉണ്ടാവുമോ? സൗണ്ട് എന്ത് ചെയ്യില്ല, എങ്ങനെയല്ലേ പോകുന്നില്ല? ഈ ഒരു വാക്യത്തിലൂടെ പോകുന്നില്ല. പക്ഷെ മറ്റ് വേവ്സുകൾ, നമ്മൾ ഇവിടെ കുറെ വേവ്സുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ വേവ്സുകൾ എല്ലാം എന്ത് ചെയ്യും? വാക്യത്തിലൂടെ മൂവ് ചെയ്യാൻ പറ്റുമോ? സൗണ്ട് എന്തായാലും വാക്യത്തിലൂടെ മൂവ് ചെയ്യില്ല, പക്ഷെ മറ്റ് വേവ്സുകൾ വാക്യത്തിലൂടെ മൂവ് ചെയ്യുന്നു നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ എല്ലാ ദിവസവും കാണുന്ന ഒരു ഇതാണെന്ത്? മീഡിയത്തെ കുറിച്ച് നമ്മളിപ്പോ പറഞ്ഞു അല്ലേ? അപ്പൊ നമ്മൾ എല്ലാ ദിവസവും കാണുന്നിട്ടുള്ള ഒരു വേവ് ഫോം ആണ് നമ്മൾ എന്ത് പറഞ്ഞത്? ലൈറ്റ് വേവ്. കാരണം എന്താണ്? സൂര്യൻ നമ്മൾ ഡെയിലി കാണുന്നുണ്ട്, നമ്മൾ എല്ലാ ദിവസവും രാവിലെ സൂര്യനെ കാണുന്നുണ്ട്, അതിലാണ് നമ്മൾ എണീക്കുന്നത്, അങ്ങനെയാണ് നമ്മൾ സ്കൂളിലേക്ക് പോകുന്നത്, നമ്മൾ പഠനത്തിനൊക്കെ പോകുന്നത്, റെഡിയല്ലേ? ആ ഒരു സമയത്ത് നമ്മൾ സൂര്യനെ കാണുന്നത്, സൂര്യൻ ഇങ്ങനെ കാണുന്നത്, നമ്മള് സൂര്യന് പ്രകാശം ഉള്ളത് കൊണ്ട് ആ പ്രകാശം എന്ത് ചെയ്യുന്നുണ്ട്? ഭൂമിയിൽ എത്തുന്നുണ്ട്, ഇല്ലേ? പക്ഷേ അന്തരീക്ഷത്തില് അല്ലെങ്കിൽ നമ്മളെ ബഹിരാകാശമൊക്കെയുള്ള സ്ഥലങ്ങളിൽ എവിടെ ആക്ച്വലി അവിടെ എന്തില്ല? അവിടെ വായൊന്നും ഇല്ല, അവിടെ എന്തില്ല? മീഡിയം ഇല്ല. there is no medium. എന്താണ്? അവിടെ മീഡിയം ഒന്നും ഇല്ല. പക്ഷേ അവിടെ നിന്നിട്ടും എന്ത് ചെയ്യുന്നുണ്ട്? അവര് ട്രാവൽ ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ, ആ ഒരു മീഡിയം ഇല്ലാത്ത സ്ഥലങ്ങളിലൂടെയും എന്ത് ചെയ്യുന്നുണ്ട്? ലൈറ്റ് വേവ്സ് ട്രാവൽ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ അറ്റ്മോസ്ഫിയറിലേക്ക് എത്തും. നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ എന്തുണ്ട്? പലതരത്തിലുള്ള മീഡിയംസ് ഉണ്ട്. അവിടെ എന്തുണ്ട്? മീഡിയംസ് എന്താണ്? പ്രസന്റ് ആണ്. അവിടെ മാധ്യമങ്ങൾ പ്രസന്റ് ആണ്. അതുകൊണ്ട് തന്നെ അതിലൂടെ ഈസി ആയിട്ട് കടന്നു പോകും. ഓക്കെ, അപ്പം നമ്മുടെ വേവ്സുകൾ എന്ത് ചെയ്യുന്നുണ്ട്? രണ്ട് തരത്തിൽ മൂവ് ചെയ്യുന്നുണ്ട്. ചിലത് മീഡിയത്തിലൂടെ മൂവ് ചെയ്യുന്നുണ്ട്, ചിലത് എന്ത് ചെയ്യുന്നുണ്ട്? മീഡിയത്തിലൂടെ അല്ലാതെയും മൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ സൗണ്ട് വേവ്സ് നമ്മൾ പറഞ്ഞു മീഡിയം ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? സൗണ്ട് വേവ്സിന് മൂവ് ചെയ്യാൻ പറ്റൂ. സോ നമുക്ക് മീഡിയം റിക്വേർഡ് ആയിട്ടുള്ള വേവ്സും അതുപോലെ തന്നെ മീഡിയം റിക്വേർഡ് അല്ലാത്ത വേവ്സും എന്ന രീതിയിൽ നമുക്ക് ഈ വേവ്സിന് എന്ത് ചെയ്യാൻ പറ്റും? ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ള ചില എക്സാമ്പിൾസ് ആണ് നമ്മൾ എഴുതാൻ പോകുന്നത്. സോ ആ എക്സാമ്പിൾസ് മക്കൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് തന്നെ എന്ത് ചെയ്യണം? പഠിക്കണം.
അപ്പൊ നമ്മൾ ഫസ്റ്റത്തെ കണ്ടൊരു മീഡിയ ആണ് എന്ത്, മീഡിയ ഉണ്ടെങ്കിൽ മാത്രം പോകുന്ന ആളാണ് എന്തായിരുന്നു, സൗണ്ട് വേവ്സ്. സോ സൗണ്ട് വേവ്സിന് എന്ത് ചെയ്യാൻ പറ്റൂ, മീഡിയ ഉണ്ടെങ്കിൽ മാത്രമേ മൂവ് ചെയ്യാൻ പറ്റൂ. പക്ഷെ മീഡിയ ഇല്ലാതെയും, മീഡിയം നിർബന്ധമൊന്നുമില്ല, മീഡിയ ഇല്ലെങ്കിലും പോകുന്ന ആളായിരുന്നു രണ്ടാമത് നമ്മൾ കണ്ടത് ലൈറ്റ് വേവ്സ്. സിമ്പിൾ ആണ്. ഇനി നമുക്ക് അതുപോലെ പറയാൻ പറ്റുന്നത് മീഡിയ ഉണ്ടെങ്കിൽ പോകുന്നതാണ് നമ്മൾ നേരത്തെ പഠിച്ച സീസ്മിക് തരംഗങ്ങൾ. ഓക്കെ, സീസ്മിക് തരംഗങ്ങൾ എന്ത് ചെയ്യാണ്, നമ്മുടെ ഭൂമിയുടെ പ്രതലങ്ങളിലൂടെയും ഭൂമിയുടെ അടിഭാഗത്തൂടെയാണ് എന്ത് ചെയ്യുക, സീസ്മിക് തരംഗങ്ങൾ പോവാ. അപ്പൊ അവിടെ എന്തായാലും എന്ത് വേണ്ടതുണ്ട്, മീഡിയം. ഓക്കെ, അവിടെ എർത്താണ് എന്ത്, അവിടുത്തെ മീഡിയം എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ നമുക്ക് ഇനി മീഡിയം റെക്കോർഡ് അല്ലാത്തതിന് എക്സാമ്പിൾ പറയുന്നത് റേഡിയോ വേവ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് റേഡിയോ വേവ്സിന് ആക്ച്വലി എന്ത് ആവശ്യമില്ല, അവിടെ മീഡിയം ആവശ്യമില്ല. അതുപോലെ നമുക്ക് പറയുന്ന മറ്റൊരു എക്സാമ്പിൾ ആണ് റിപ്പിൾസ്. ആ വാട്ടർ സർഫസിൽ ഉണ്ടായിരുന്ന റിപ്പിൾസ് എന്ത് ചെയ്യാണ്, വാട്ടറിന്റെ സർഫസിലൂടെയാണ് പോയിരുന്നത്. അവിടെ മീഡിയ ഇല്ലെങ്കിൽ എന്ത് ചെയ്യില്ല, റിപ്പിൾസ് തന്നെ ഉണ്ടാവില്ല. അപ്പൊ വാട്ടർ എന്ന് പറഞ്ഞാൽ ആ മീഡിയ ഉള്ളത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അവിടെ റിപ്പിൾസ് വാട്ടറിലൂടെ മൂവ് ചെയ്ത്. ഓക്കെ, അപ്പൊ റിപ്പിൾസ് എന്ത് വേണം, ഇവിടെ മീഡിയം വേണം. അതുപോലെ നമുക്ക് മീഡിയ ഇല്ലാത്തതിന് പറയാൻ പറ്റുന്ന മറ്റ് എക്സാമ്പിൾസ് ആണ് UV വേവ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, അൾട്രാ വയലറ്റ് വേവ്സ്. ഓക്കെ, അതുപോലെ നമുക്ക് പറയാവുന്നത് IR വേവ്സ്. ഇതൊക്കെ മക്കൾ പഠിച്ചു വെക്കുക. UV എന്ന് പറഞ്ഞാൽ അൾട്രാ വയലറ്റ്, IR എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻഫ്രാറെഡ്. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ സെറ്റ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, വേവ് മോഷനെ കുറിച്ച്, വേവ് എന്താണെന്നുള്ള രീതിയിലും വേവ് മോഷനെ കുറിച്ച് പഠിച്ചു. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തു, കുറച്ച് എക്സാമ്പിൾസ് പഠിച്ചു. ആ എക്സാമ്പിൾസ് നമ്മൾ എന്ത് ചെയ്തു, ക്ലാസിഫൈ ചെയ്തു. മീഡിയം വേണം, അല്ലെങ്കിൽ സഞ്ചരിക്കാൻ ഒരു മാധ്യമം വേണം. എന്താണ് ഇവിടെ മാധ്യമം ആവശ്യമാണ്, ഇവിടെ എന്തില്ല, മാധ്യമം നിർബന്ധമല്ല. മാധ്യമം വേണ്ട, ഇവിടെ മാധ്യമം വേണം. ഓക്കെ അല്ലേ മക്കളെ, സെറ്റ് അല്ലേ, ഇക്കാര്യം സെറ്റ് അല്ലേ? അപ്പൊ മക്കളെ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക് പഠിക്കാനുള്ളത് എന്താണ്, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സും അതുപോലെ തന്നെ മെക്കാനിക്കൽ വേവ്സ് എന്ന് പറയുന്ന രണ്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്സ് കുറിച്ചാണ് നമ്മൾ നെക്സ്റ്റ് പഠിക്കുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത പാർട്ടിൽ അതുകൂടെ പഠിച്ച് സെറ്റ് ആക്കിയിട്ട് പോകാം. ഓക്കെ.